ഹായ് വെൽക്കം ടു കെസാഡൽ വില്ല കൺസ്ട്രക്ഷൻ വീഡിയോ സീരീസ് എപ്പിസോഡ് നമ്പർ 2. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബഡ്ജറ്റ് പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ്. നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ബഡ്ജറ്റിനെ ഒരു 4 to 5 ഫേസസ് ആയിട്ടൊന്ന് തിരിക്കാം. ഫസ്റ്റ് വരുന്നത് ലാൻഡ് കോസ്റ്റ് ആണ്, സെക്കൻഡ് പേപ്പർ വർക്ക്സ്, തേർഡ് വരുന്നത് കൺസ്ട്രക്ഷൻ കോസ്റ്റ്, ആൻഡ് ഫോർത്ത് വരുന്നത് ഫിനിഷിംഗ് വർക്ക്സ്, ആൻഡ് ഫിഫ്ത്ത് വരുന്നത് ഇന്റീരിയർ വർക്ക്സ്. അതിനുശേഷം കുറച്ച് കോസ്റ്റ് മിസ്ലേനിയസ് വർക്ക്സിന് വേണ്ടി മാറ്റി വയ്ക്കാം. സോ ഫസ്റ്റ് നമുക്ക് ലാൻഡ് കോസ്റ്റിനെ പറ്റി പറയാം. ലാൻഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലാൻഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കോസ്റ്റ് മാത്രമല്ല, അതിൽ വരുന്ന കുറച്ച് ഹിഡൻ കോസ്റ്റുകൾ ഉണ്ടാകും. ലൈക്ക് പ്ലോട്ട് ലെവലിംഗ്, എന്തെങ്കിലും റീറ്റെയിനിങ് വാൾസ് കിട്ടണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടിയുണ്ട്, വാട്ടർ സോഴ്സ്. നിങ്ങളുടെ പ്ലോട്ടിലേക്ക് വേണ്ട വാട്ടർ സോഴ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ആദ്യമേ പ്ലാൻ ചെയ്തിരിക്കണം. അത് വെല്ലാണോ, ബോർവെല്ലാണോ, ഇനി പബ്ലിക് വാട്ടർ സപ്ലൈ ആണോ. ഇൻ കേസ് അത് പബ്ലിക് വാട്ടർ സപ്ലൈ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സം ടാങ്ക്, എത്ര ലിറ്റർ കപ്പാസിറ്റിയുടെ സം ടാങ്ക് ആണ് നിങ്ങൾ വെക്കാൻ പോകുന്നത്, ഇതെല്ലാം നിങ്ങൾ ഫസ്റ്റ് തന്നെ പ്ലാൻ ചെയ്തിരിക്കണം. അതിൻ്റെ കോസ്റ്റും നിങ്ങളുടെ ലാൻഡ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേപ്പർ വർക്ക്സിനെ കുറിച്ചാണ്. പേപ്പർ വർക്ക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും കോസ്റ്റ് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റേജാണിത്. അതിൽ നമ്മൾ ഡ്രോയിങ്സ്, നമ്മൾ 3D എലിവേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, പിന്നെ നമ്മൾ പെർമിറ്റ് അപ്രൂവൽസ്, ഇലക്ട്രിസിറ്റി കണക്ഷൻ, വാട്ടർ കണക്ഷൻ, അതിനൊക്കെ വേണ്ടി എത്ര കോസ്റ്റ് വരും എന്നൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. അതിന് ഇത്ര എമൗണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും മാറ്റി വെച്ചിരിക്കണം. നെക്സ്റ്റ് സ്റ്റേജാണ് ഫിനിഷിംഗ് സ്റ്റേജ്. ഇവിടെയാണ് നമ്മുടെ ബഡ്ജറ്റ് മിക്കവർക്കും താളം തെറ്റുന്നത്. നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഫ്ലോറിങ്, അത് തന്നെ നമുക്ക് ബഡ്ജറ്റിന് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഫ്ലോറിങ് നമുക്ക് എങ്ങനെ വേണം എന്നുള്ളത്, ഇപ്പോൾ ടൈൽസ് ആണോ, മാർബിൾസ് ആണോ, ഗ്രാനൈറ്റ്സ് ആണോ, ഏത് വേണം എന്നുള്ളതും നിങ്ങൾക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരിക്കണം. 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ വ്യത്യാസം ബഡ്ജറ്റിൽ കൊണ്ടുവരാൻ ഈ ഒരു ഒറ്റ കാര്യത്തിന് സാധിക്കും. അതുപോലെ നമ്മളുടെ പെയിൻറ്റ് തന്നെ ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ പെയിൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ വരുന്ന ബാത്റൂം ഫിറ്റിങ്സ് തന്നെ നമുക്ക് 1500 രൂപയ്ക്കും ഒരു ഐറ്റം എടുക്കാം, 15,000 രൂപയ്ക്കും ഒരു ഐറ്റം എടുക്കാം. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കി നിർത്തണോ അതോ ലക്ഷൂറിയസ് ആയിട്ട് പോകണോ എന്നുള്ളതിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഫർണിച്ചേഴ്സ് ആണ്. നമുക്കറിയാം, നമ്മുടെ വീടിന് ലൈഫ് കൊടുക്കുന്നത് അതിൻ്റെ ഇൻറ്റീരിയേഴ്സും ഫർണിച്ചേഴ്സും തന്നെയാണ്. സോ ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വീട്ടിലേക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പാത്രങ്ങൾ വരെ അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിരിക്കും. ഇനി നമ്മുടെ ബഡ്ജറ്റിൽ ഒരു സൈലൻറ്റ് വില്ലൻ ഉണ്ട്, ഹിഡൻ കോസ്റ്റ്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇലക്ട്രിക്കൽ വർക്ക്സിൽ വരുന്ന എക്സ്ട്രാ പോയിന്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ പ്ലംബിങ്ങിൽ വരുന്ന ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ്, നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെ ഹൈറ്റ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള കൈൻഡ് ഓഫ് ചേഞ്ചസ്, അതുപോലെ നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് വർക്ക്സ്, ഇതെല്ലാം നമ്മൾ പ്ലാനിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് ഔട്ട് ഓഫ് കൺട്രോൾ പോകാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. ഒരു തമ്പ് റൂൾ, ഒരു 10% കോസ്റ്റ് നിങ്ങൾ എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് വർക്ക്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. സോ ഇതൊക്കെയാണ് നമ്മുടെ ബഡ്ജറ്റ് പ്ലാനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ബേസിക് തിങ്സ്. സോ ഫ്രണ്ട്സ്, ബഡ്ജറ്റ് പ്ലാനിങ് ഒരു ഹെഡേക്ക് തന്നെയായിരിക്കും, പക്ഷേ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പണി കിട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എക്സിക്യൂഷൻ ഫേസസ് ആയിരിക്കും ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി.